ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകർ ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പോലീസിനെ വിന്യസിച്ചിരുന്നെങ്കിലും SFIക്കാർക്ക് അയഞ്ഞുകൊടുക്കുന്ന സമീപനം സ്വീകരിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് തള്ളിക്കയറാനും പോലീസ് SFI ഗുണ്ടകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ABVP KSU പ്രവർത്തകരുടെ തല ലാത്തി കൊണ്ടടിച്ചു പൊട്ടിച്ച ആവേശം പോലീസിന് ഇല്ലായിരുന്നു. SFIക്കാരുടെ പേക്കൂത്തിന് പോലീസുകാർ തന്നെ ഇരയായിട്ടും, അതായത് SFIക്കാരുടെ അടിയേറ്റു വാങ്ങിയിട്ടും തിരിച്ചു തല്ലാതെ ആത്മസംയമനം പാലിച്ചും മർദ്ദകരെ സ്നേഹപൂർവ്വം സമാശ്വസിപ്പിക്കുകയും ചെയ്ത സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായ പോലീസുകാരെയാണ് അവിടെ കണ്ടത്. അത്ഭുതം തോന്നി. SFIക്കാർ സൃഷ്ടിച്ച അരാജകത്വത്തിന് ആധാരം എന്തായിരുന്നു? SFIയും പോലീസിലെ ചില ഉന്നതരും നിറഞ്ഞാടിയ നാടകമല്ലേ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറിയത്? തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ സർവകലാശാല ആസ്ഥാനങ്ങളിലെ SFI നടത്തിയ അക്രമ സമരത്തെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് SFIയുടെ വിദ്യാർത്ഥികള്, അവരുടെ യുവജന സംഘടനയുടെ ആളുകളും കൂടി അതിക്രമിച്ച് കടന്നിട്ട് അതിന്റെ പ്രധാന കവാടം തല്ലി തകർത്തിട്ടാണ് അവർ സർവകലാശാലയുടെ അകത്ത് രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെ മുറിയുടെ അടുത്തുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് കേരള സർവകലാശാലയിൽ മാത്രമല്ല, കാലിക്കറ്റ് സർവകലാശാലയുടെ ഗ്രില്ല് മറ്റ് അക്സാബ്ലേഡ് അറുത്തു മുറിച്ചിട്ടാണ് SFIയുടെ സമരക്കാരെ അതിനുള്ളിൽ പ്രവേശിച്ചത്. സർവകലാശാലയ്ക്ക് ഉള്ളില് വൈസ് ചാൻസലർ ക്യാമ്പിൽ പ്രവേശിച്ചത്. ജീവനക്കാരെ ഇവിടെ പൂട്ടിയിട്ടു. ഈ തരത്തിൽ അക്രമ സമരം കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലേക്കും ഇന്ന് SFI അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് വൈകിട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടി നേരിട്ടെത്തിയതോടുകൂടി ഒരു കാര്യം വ്യക്തമായി. ഇത് വളരെ ആസൂത്രിതമായിട്ട് CPM പ്ലാൻ ചെയ്ത ഒരു സമരമാണ്. അത് SFIയിലൂടെ നടപ്പാക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയുണ്ട്. ഈ എല്ലാ സർവകലാശാലയിലും പോലീസ് പൂർണ്ണമായിട്ട് നിഷ്ക്രിയരായി നിൽക്കുന്ന സമയത്താണ് ഈ സമരം SFIക്കാർ അഴിച്ചുവിടുന്നത്. അതേപോലെ തന്നെ പോലീസുകാര് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മറ്റു പല സമരങ്ങളോടും കാണിക്കുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമീപനം പോയിട്ട് ഒരു സർവകലാശാലയുടെ ഗേറ്റും കവാടവും, പ്രധാന കവാടങ്ങൾ തടി കൊണ്ടും അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഗേറ്റ്, അതേപോലെ തന്നെ ഗ്രില്ല് എല്ലാം തകർത്തിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് നിഷ്ക്രിയരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ നിലയിലെ CPM ആവിഷ്കരിച്ച അല്ലെങ്കിൽ ആലോചിച്ച് നടപ്പാക്കുന്ന ഒരു സമരം ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടി സർവകലാശാലകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതീവ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടത്. ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ഈ കാര്യത്തില് സത്വരമായിട്ട് ഉണർന്നു പ്രവർത്തിക്കണം. പൊതുസമൂഹത്തിൽ നിന്ന് ഈ അക്രമികളെ തുരത്താനും സർവകലാശാലകളെ രക്ഷിച്ചെടുക്കാനുമുള്ള ശ്രമം നടത്തണം. ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ കേരള ഗവർണർ നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നിച്ചണിനിരക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.